നമുക്കറിയാം, നമ്മൾ നിരന്തരമായി കഴിഞ്ഞ 10 വർഷമായി ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഈ പ്രദേശത്തൊക്കെ ഹാങ്ങിങ് ഫെൻസിങ്ങും അതുപോലെ തന്നെ സോളാർ ഫെൻസിങ്ങും ട്രെഞ്ച് കുഴിക്കൽ ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ. പക്ഷെ ഇതൊന്നും യാഥാർത്ഥ്യമാക്കുന്നതിന് ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല. ശാശ്വതമായ പരിഹാരം കണ്ടെത്തേണ്ടതിന് പകരം താൽക്കാലികമായ ചില പരിഹാരങ്ങൾ നടത്തി ഇവിടുത്തെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ കടന്നു പോകുമ്പോൾ അത് പിന്നീട് നശിപ്പിക്കപ്പെടുകയും പിന്നെയും വന്യമൃഗങ്ങൾക്ക് കടന്നു വരാനുള്ള സംവിധാനം ഒരുങ്ങുകയും ചെയ്യുകയാണ്. അത്തരമൊരു ഇതിൽ നിന്നും മാറി ഈ പ്രദേശത്ത് ശാശ്വതമായ രീതിയിൽ പീച്ചി വാഴാനി മേഖലയിലെ വന്യജീവികളുടെ സെൻസസ് എടുത്തുകൊണ്ട് ഈ പ്രദേശത്ത് എത്രമാത്രം വന്യജീവികളുണ്ട് അവരുടെയൊക്കെ സെൻസസ് നമുക്കറിയാം. ട്രാപ്പ് ക്യാമറ എന്ന് പറയുന്ന ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് വന്യജീവികൾ കടന്നു പോകുന്ന പ്രദേശത്ത് അവരുടെയൊക്കെ എണ്ണം എടുത്തുകൊണ്ട് അതിന് വ്യക്തമായ ആവാസ വ്യവസ്ഥ രൂപീകരിച്ച് ആ ആവാസ വ്യവസ്ഥ തീരുമാനിച്ച് അതിനിപ്പുറത്തുള്ള ഭാഗത്തൊക്കെ സുരക്ഷാ മാനദണ്ഡങ്ങൾ തയ്യാറാക്കുന്നതിന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ട്രെഞ്ച് ഒഴിക്കുന്നതിന് ഹാങ്ങിങ് ഫെൻസിങ്ങുകൾ സോളാർ ഫെൻസിങ്ങുകളൊക്കെ രൂപീകരിക്കുന്നതിന് നേതൃത്വം നൽകേണ്ട വലിയ ഒരു ഉത്തരവാദിത്തം ഉണ്ട് എന്നുള്ളത് കൊണ്ട് അതിലേക്ക് ഇവിടുത്തെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും അതിന് നേതൃത്വം നൽകുന്ന ആളുകളും കടന്നു വരണം എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഇവിടുത്തെ